സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തോട്ട് നോക്കാൻ പോകുന്നത് റസ്റ്റിൽ ഓണർഷിപ്പും ബോറോയിങ് എന്താണെന്ന്. അപ്പോൾ എന്താണ് ഓണർഷിപ്പ് ആൻഡ് ബോറോയിങ്? ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിന് ഒറ്റ ഓണർ ഉണ്ടാവുള്ളൂ. ബോറോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണറിൽ നിന്ന് ആ വേരിയബിളിൽ കുറച്ച് നേരത്തേക്ക് ബോറോ ചെയ്യുന്നു, എടുക്കും നമ്മൾ. അപ്പോൾ നമുക്ക് VS കോഡ് കാണിച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളായി മനസ്സിലാവും. അപ്പോൾ VS കോഡ് ഓപ്പൺ ചെയ്യാണ്. ഫസ്റ്റ് നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ ചേട്ടാ ഒന്ന് ഹലോ എന്ന് പറഞ്ഞിട്ടായി. ഇനി എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വേറൊരു വേരിയബിളിൽ ഈ എനെ സ്റ്റോർ ചെയ്യാൻ പോവാണ്. ലെറ്റ് ബി ഈക്വൽ ടു എ. ഓക്കെ, അതെന്ത് ചെയ്യുകയാണ്, ഞാൻ ഒരു ബീനെ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, പ്രശ്നമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എനെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്ത് വെച്ച് നോക്കാം. കണ്ടിട്ട് വാണിയും കാണിക്കണേ, നമുക്ക് വായിച്ചോക്കാം എന്താ പ്രശ്നം. എന്താ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓണർഷിപ്പ് എയുടെ ഓണർഷിപ്പ് ബീനും കൊടുത്ത്. അപ്പോൾ ഓണർഷിപ്പ് ഇച്ചിരി മനസ്സിലാക്കി പാടായിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ എയുടെ ഓണർഷിപ്പ് ഞാൻ ബീന്ന് കൊടുത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഈ എനെ ഇനി ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ ബി സിക്വൽ ടു എന്ന് കൊടുത്ത് എന്താ തോന്നുക, ഞാൻ എയുടെ ഓണർഷിപ്പ് ബീന്ന് കൊടുത്ത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ റെസ്റ്റിൽ വേരിയബിൾസിന് ഓണർഷിപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒറ്റൊരു ഓണർ ഉണ്ടാവുള്ളൂ. സിമ്പിൾ എക്സാമ്പിൾ എടുക്കുക, ഒരു കാർ എടുത്ത കാറിൻ്റെ ഓണർ ആയിരിക്കും, ഒറ്റ ആളായിരിക്കും. എക്സാമ്പിൾ ഞാൻ ഒരു ബൈക്ക് വാങ്ങി, എൻ്റെ ഓണർഷിപ്പ് എൻ്റെ പേരിലായിരിക്കും. കാരണം എല്ലാം ഒറ്റ ആളുണ്ടാവുള്ളൂ, രണ്ടാൾക്കാരുണ്ടാവില്ല. ഒരു വണ്ടിക്ക് രണ്ടാൾക്കാർ ഓണർ ഉണ്ടാവോ, ഒരു കാറിന് രണ്ടാൾക്കാർ ഓണേഴ്സ് ഉണ്ടാവോ? ഇല്ല. അതുപോലെ തന്നെ ഇതിൽ ഒരു വേരിയബിളിന് ഒറ്റ ഓണർ ഉണ്ടാവുള്ളൂ. ഈ വേരിയബിൾ ഉണ്ടാവും, ഈ വേരിയബിളിൻ്റെ ആക്സസ് എനിക്ക് ഈ വേരിയബിളിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്ക് AMH മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് ചെയ്ത് ഞാൻ ബീന് ഓണർഷിപ്പ് കൊടുത്ത് ബി സിക്വൽ ടു എന്ന് കൊടുത്ത് എന്താ ഈ ഓണർഷിപ്പ് ഈ ബീന്ന് പോയി. ഇപ്പം എന്ത് പറ്റും, എനിക്ക് ഇനി എനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. എക്ക് ഓണർഷിപ്പ് ഇല്ല ഈ വേരിയബിളിൻ്റെ. എയുടെ ഓണർഷിപ്പ് ഞാൻ ബീന്ന് കൊടുത്ത്. ഓണർഷിപ്പ് സിമ്പിൾ എത്ര ഓണർ, ആ വാല്യൂയുടെ ഓണർ. ഇപ്പം ഈ എയുടെ ഓണർ ആരാ, ബി ആണ്. അപ്പം എക്ക് ഇനി ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇപ്പം ബി ആണ് ഓണർ. ബി വെച്ച് മാത്രമേ നമുക്ക് ഇനി ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഓണർഷിപ്പിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി സെക്കൻഡ് റൂൾ ഓണർഷിപ്പ് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ വേരിയബിൾ ഔട്ട് ഓഫ് സ്കോപ്പ് പോയാൽ ഓട്ടോമാറ്റിക്കലി ഫ്രീ ആവും. എന്ന് വെച്ചാൽ DOയിലേക്ക് ഇടും. ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതെന്ത് ചെയ്ത് ഞാൻ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഫസ്റ്റ് കമൻറ്റ് ചെയ്യാം. അത് സീനെ പ്രിൻറ്റ് ചെയ്യാൻ തരാം. കാരണം 2 പ്രിൻ്റായി. ഇനി ഞാൻ സി ഇവരുടെ പ്രിൻറ്റ് ചെയ്യാൻ തരാം. എന്ത് വെച്ച് നോക്കാം. കണ്ട, കാരണം എന്താ വെച്ചാൽ സ്കോപ്പിലില്ല ഇവിടെ. എന്താ വെച്ചാൽ കാണാൻ പറ്റും, ഈ സ്കോപ്പാണ്, ഇതാണ് എൻ്റെ സ്കോപ്പ്. എപ്പോഴാണ് ഈ സാധ്യതയുടെ പുറത്ത് പോകുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വേരിയബിൾ ഡിസ്ട്രോയ് ആയി പോകും. എന്ന് വെച്ചാൽ ഈ വേരിയബിളിൻ്റെ ആക്സസ് ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ഇത്രയും നമ്മൾ ഈ വേരിയബിൾ എൻ്റെ ഉള്ളിൽ ഇട്ടേക്കുന്നത് ഈ കറൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ കറൽ ബ്രാക്കറ്റിൻ്റെ പുറത്ത് നമുക്ക് ഈ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവരിനെ ആക്സസ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാം, പക്ഷേ എനിക്ക് ഒരിക്കലും ഇതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് സെക്കൻഡ് റൂൾ. എൻ്റെ തേർഡ് റൂൾ പറയുന്നതാണ് ഇത് ഞാൻ പറഞ്ഞില്ല, ഓണർഷിപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നേരത്തെ ഫസ്റ്റ് ഓണർ ആരായിരുന്നു, നമ്മുടെ ഈ A ആയിരുന്നു നമ്മുടെ ഓണർ. ഇപ്പം നമ്മൾ ഓണർ ആരാ, B. എന്നൊക്കെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് തേർഡ് റൂൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഓണർഷിപ്പ് പറഞ്ഞത് എന്താ റൂൾസ് എന്ന്. ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ഒരു വേരിയബിളിന് ഒറ്റ ഓണർ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഈ വേരിയബിളിലേക്ക് ആക്സസ് ചെയ്യാൻ എനിക്ക് AMH മാത്രമേ പറ്റുള്ളൂ. ഫസ്റ്റ് റൂള്. കാറിന് ഒറ്റ ഓണർ ഉള്ളൂ, ബൈക്കിന് ഒറ്റ ഓണർ. അതുപോലെ തന്നെ ഈ വേരിയബിളിന് ഒറ്റൊരു ഓണർ ഉള്ളൂ. അപ്പോൾ ഈ വേരിയബിളിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്ക് AMH മാത്രമേ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് റൂള്, ഒരു വേരിയബിളിന് ഒറ്റ ഓണർ ഉള്ളൂ. രണ്ടാമത്തെ റൂൾ എന്ന് വെച്ചാൽ നമ്മുടെ വേരിയബിൾ ഈ ഔട്ട് ഓഫ് സ്കോപ്പ് പോയാൽ ഈ സ്കോപ്പിൻ്റെ പുറത്ത് സ്കോപ്പ് ഉണ്ടായിരുന്നു. ആ ഇപ്പം ഈ വേരിയബിൾ ഇപ്പം ഇത് കളയുവാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, എക്സാമ്പിൾ ഈ നോക്കാം, ഇതിൻ്റെ സ്കോപ്പ് എന്തായിരിക്കും, ഈ എയുടെ സ്കോപ്പ് എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ടാവുള്ളൂ. എപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് പോവോ, ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് പോവോ ആ വേരിയബിൾ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയി പോകും. അതുപോലെ തന്നെ ഇത് ഉള്ളിൽ ബ്രാക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള സെയിം തന്നെയാണ്. എപ്പോഴും ഈ വേരിയബിൾ ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് പോവോ ഈ വേരിയബിൾ ഓട്ടോമാറ്റിക് ഡിസ്ട്രോയ് ആയി പോകും. എന്ന് വെച്ചാൽ നമുക്ക് ഈ വേരിയബിളിന് പുറത്ത് ഈ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. തേർഡ് റൂൾ എന്നതാണ്, നമുക്ക് ഓണർഷിപ്പിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഈ വേരിയബിളിൻ്റെ ഓണർ A ആണ്. ഈ വേരിയബിൾ നമുക്ക് AMH മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ B ഈക്വൽ ടു A കൊടുത്തെന്ന് പറ്റും, ഇനി Bന് ഓണർഷിപ്പ് കിട്ടി. അപ്പം Aന് ഓണർഷിപ്പ് ഫസ്റ്റ് റൂൾ എന്തായിരുന്നു, ഒരു വേരിയബിളിന് ഒറ്റ ഓണർ ഉണ്ടാവുള്ളൂ. അപ്പോൾ Bന് ഓണർഷിപ്പ് കൊടുത്തുകൊണ്ട് ഇനി AMH നമുക്ക് ഈ വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റില്ല.
ആക്സസ് ചെയ്യാൻ എന്ത് ചെയ്യണം, ബി വെച്ച് ആക്സസ് ചെയ്യണം. അപ്പോൾ അതാണ് തേർഡ് 3 റൂൾസ്. ഓക്കെ, ഫസ്റ്റ് ഒരു വേരിയബിൾ ഒറ്റ ഓണർ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് സ്കോപ്പിൻ്റെ പുറത്ത് ഓട്ടോമാറ്റിക് വേരിയബിൾ ഡിസ്ട്രോയ് ചെയ്യാം. തേർഡ് റൂള് നമുക്ക് ഓണർഷിപ്പ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഓണർഷിപ്പിൻ്റെ 3 റൂൾസ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ബോറോയിങ്ങിൻ്റെ റൂൾസാണ്. അപ്പോൾ ബോറോയിങ് റൂൾസ് എന്ന് വെച്ചാൽ എന്താ പേര് തന്നെയുണ്ട്, കുറച്ച് നേരത്തേക്ക് എടുക്കുക. കൂട്ടാണ്ട് കാർ വെച്ചിട്ട് ബോർ ചെയ്യുക കുറച്ച് നേരത്തേക്ക്. സ്വന്തമായിട്ട് എടുക്കില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഒരു വണ്ടി സ്ഥലം പോകാണ്ടെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് എടുക്കില്ലല്ലോ, കുറച്ച് നേരത്തേക്ക് ചോദിക്കുള്ളൂ. ആ കോൺസെപ്റ്റിനെ ഇവിടെയും പറയുന്നത്. എക്സാമ്പിളിന് ഇവിടെ ബി ഉണ്ടാ, എ ഓണർഷിപ്പ് കൊടുക്കേണ്ട പകരം ഞാൻ കുറച്ച് നേരത്തേക്ക് ബിക്ക് എൻ്റെ വാല്യൂ ആക്സസ് ചെയ്യാൻ കൊടുക്കുന്നു. ഈ വേരിയബിളിന് ആക്സസ് ചെയ്യാൻ കൊടുക്കുന്നു കുറച്ച് നേരത്തേക്ക്, അതിന് തിരിച്ചു കൊടുക്കണം എനിക്ക്. അങ്ങനത്തെ രീതിയിലാക്കണം. അപ്പം എന്ത് ചെയ്യും, ഞാൻ ഇവിടെ %% കൊടുക്കും. ഓക്കെ, ഈ %% ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെഫറൻസ് ആണ്, അഡ്രസ്സ്. നമ്മളിപ്പോൾ നേരത്തെ ഡയറക്റ്റ് വേരിയബിൾ പാസ് ചെയ്തത്, ഇപ്പം നമ്മളെ അഡ്രസ്സ് പാസ് ചെയ്യണം വേരിയബിളിൻ്റെ. അപ്പോൾ %% ഉപയോഗിച്ചാൽ ഇത് ബോറോയിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനെ ആക്സസ് ചെയ്യാം, ബീനെ ആക്സസ് ചെയ്യാം, രണ്ടരയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ട, ഇപ്പോൾ ഇതാണ് ബോറോയിങ് എന്ന് വെച്ചാൽ. ബോറോയിങ് എന്ന് വെച്ചാൽ ഞാൻ വേരിയബിൾ കുറച്ച് തൽക്കാലത്തേക്ക് കുറച്ച് എടുക്കുന്നു, ഉപയോഗിച്ച് കഴിയുമ്പോൾ തിരിച്ചും കൊടുക്കും. അപ്പോൾ ഇതാ ബോറോയിങ് എന്ന് വെച്ചാൽ ഞാൻ ഈ വേരിയബിൾ കുറച്ച് നേരത്തേക്ക് എടുത്ത്. അപ്പോൾ ഈ %% എന്ന് വെച്ചാൽ അഡ്രസ്സ് പാസ് ചെയ്യുന്നത് നമ്മുടെ. ഓക്കെ, ഈ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമ്മളെ ബി കൊടുത്തത്. ഓക്കെ, പിന്നെ ഇതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റൂൾ ഞാൻ പറഞ്ഞത് %% കൊടുത്താൽ നമ്മൾ വാല്യൂ ബോറോ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും. ഇനി സെക്കൻഡ് റൂൾ പറഞ്ഞതാണ് നമുക്ക് മൾട്ടിപ്പിൾ ഇമ്മ്യൂട്ടബിൾ ബോറോയും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇമ്മ്യൂട്ടബിൾ റെഫറൻസ് എന്ന് വെച്ചാൽ എന്താ, എക്സാമ്പിൾ കൊടുക്കുക, വേറെ ക്രിയേറ്റ് ചെയ്യുക. ലെറ്റ് സി ഈക്വൽ ടു %A, ലെറ്റ് d is equal to %A. കണ്ട, എനിക്കിങ്ങനെ എത്രയും ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ എത്ര ആവട്ടെ എത്രയും ചെയ്യും. ഇങ്ങനെ എനിക്കിങ്ങനെ ബോറോയിങ് സാധനം ഈ %, ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രാവശ്യം പല പല വേരിയബിൾസ് കൊടുക്കാൻ പറ്റും. ക്യാഷ് ചെയ്യാൻ ചെയ്യാം, എല്ലാം വർക്ക് ചെയ്യും. കണ്ട, 4 ശാലോ പ്രിൻ്റായി. പക്ഷെ നമുക്ക് മ്യൂട്ടബിൾ ബോറോയിങ് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഇത് കമൻറ്റ് ചെയ്യാം. let e is equal to %mute A. അപ്പോൾ ഇവിടെ മ്യൂട്ട് ആകണം കേട്ടോ, നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെയൊക്കെ ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മൾട്ടിപ്പിൾ പ്രാവശ്യം ചെയ്ത് നോക്കി എന്ത് വെച്ച് നോക്കി. ഫസ്റ്റ് ഞാൻ പ്രിൻ്റ് കാണിച്ചു തരാം. കണ്ടാ വർക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് മൾട്ടിപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മൾട്ടിപ്പിൾ ഈ FG എറർ വന്നിട്ടുണ്ട്. കാണാൻ പറ്റും എ കാനോട്ട് ബോറോ എ ആസ് മ്യൂട്ടബിൾ എന്ന് വെച്ചാൽ മ്യൂട്ടബിൾ നമുക്ക് ഒറ്റ പ്രാവശ്യം ബോറോ ചെയ്യാൻ പറ്റും. ഇമ്മ്യൂട്ടബിൾ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്രാവശ്യം ബോറോ ചെയ്യാൻ പറ്റും. പക്ഷെ മ്യൂട്ടബിൾ നമുക്ക് ഒറ്റ പ്രാവശ്യം പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത എറർ തന്നെ എറർ ഞാൻ പ്രിൻറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് എറർ തന്നെ വന്നത്. ഓക്കെ, ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്മ്യൂട്ടബിളും മ്യൂട്ടബിളും ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇമ്മ്യൂട്ടബിൾ ക്രിയേറ്റ് ചെയ്ത് ഇമ്മ്യൂട്ടബിൾ ആണ്, ഇത് മ്യൂട്ടബിൾ ആണ്. ഈ രണ്ടാം എനിക്ക് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ പ്രിൻറ്റ് ചെയ്യാൻ തരാം. കാരണം എന്താ, ഇനി ഇതിനെ നമ്മൾ ഇമ്മ്യൂട്ടബിൾ ആയിട്ട് ബോറോ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ നോക്കാൻ മറക്കില്ല. എന്ന് വെച്ചാൽ അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒന്ന് കുറച്ചുകൂടി പറയാം. നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഇമ്മ്യൂട്ടബിൾ ബോറോയും നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ബോറോ ഉണ്ട്, ഞാൻ ബോറോ ചെയ്തതാണ്. എത്ര പ്രാവശ്യം മൾട്ടിപ്പിൾ പ്രാവശ്യം എത്ര പ്രാവശ്യം ചെയ്യാം, മൾട്ടിപ്പിൾ 6, 7, 8 എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ മ്യൂട്ടബിൾ എനിക്ക് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ഞങ്ങൾക്ക് മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് മാത്രം മ്യൂട്ടബിൾ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്മ്യൂട്ടബിൾ മാത്രം, ഈ രണ്ടത്തിൽ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ബോറോയിങ് കുറച്ച് പറയാം റൂൾസ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ %, ചെയ്യുന്ന കൊടുത്തില്ലേ, അതാണ് ബോറോയിങ്. ഏതൊക്കെ പേരും മുമ്പിൽ %, കൊടുത്തുണ്ടോ അതൊക്കെ ബോറോയിങ് ആണ്. എന്ന് വെച്ചാൽ വാല്യൂ തൽക്കാലത്തേക്ക് എടുക്കുകയാണ്, അതിന് നമ്മൾ തിരിച്ചു കൊടുക്കും. ഈ %, എന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ നമ്മൾ ബോറോയിങ് എന്ന് പറയുന്നത്, പക്ഷേ ഇന്റേണലി ഇത് വർക്ക് നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഏത് അഡ്രസ്സ് എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ഈ വാല്യൂസ് ഇത് മെമ്മറിയിൽ സ്റ്റോർ ആകും, നമ്മുടെ വാല്യൂസൊക്കെ. ഇപ്പം വാല്യൂ സ്റ്റോർ ആകുമ്പോൾ മെമ്മറീസിന് ഒരു ലൊക്കേഷൻ ഉണ്ട്. അഡ്രസ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ ലൊക്കേഷനാണ്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സിനിമന്തിലോ ആട്ടെ ഒരു ഫയലുണ്ട്, ആ ഫയൽ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റിലോ അല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ സേവ് ചെയ്ത്, ഈ ഡൗൺലോഡ്സ് വെറുതെ സേവ് ആവില്ലല്ലോ.
ഈ സേവ് ആവുന്നത് നമ്മുടെ മെമ്മറിയിലാണ്, നമ്മുടെ ഡിസ്കിലാണ് സേവ് ആവുന്നത്. പക്ഷേ ഈ ഡിസ്ക് സേവ് ആകുമ്പോൾ നമുക്ക് പിന്നെ ആക്സസ് ചെയ്യണം. ഇപ്പം ഞാൻ സേവ് ആക്കി വരണം, പക്ഷേ എനിക്ക് പിന്നെ ആക്സസ് ചെയ്യണം തന്നെ. എങ്ങനെ ആക്സസ് ചെയ്യും? നമുക്ക് ലൊക്കേഷൻ അറിയാമെങ്കിൽ ആക്സസ് ചെയ്യാം. അതാണ് അഡ്രസ്സ് എന്ന് വെച്ചാൽ. നമ്മൾ ഒരു സാധനം സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മളെ അഡ്രസ്സ് മേലുണ്ടാവും. ഈ അഡ്രസ്സ് ഉപയോഗിച്ചാണ് പിന്നെ നമ്മൾ ആ സാധനത്തെ ആക്സസ് ചെയ്യുന്നത്. സിമ്പിളായിട്ടോടാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ ഒരു ഫയൽ സ്റ്റോർ ചെയ്ത് ഞാൻ സേവ് ചെയ്തു മെമ്മറിയുടെ എവിടെ മെമ്മറി എന്ന് പറയുമെങ്കിൽ വലിയ സാധനമില്ല, അവിടെ പല സാധനം ഉണ്ടാവും, വീഡിയോസ്, ഓഡിയോസ്, കുറേ സാധനങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് വേണ്ട ആ സ്പെസിഫിക് ഫയലാണ്. ആ സ്പെസിഫിക് ഫയലിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ അഡ്രസ്സ് വേണം. അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ കറക്റ്റ് ലൊക്കേഷൻ പോയി എടുക്കാം. എക്സാമ്പിൾ എൻ്റെ കൂട്ടുകാരൻ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അവൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് അവനെ ഡ്രോപ്പ് ചെയ്യാം. അവിടെ ഗൂഗിൾ മാപ്പ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ വഴി അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ലൊക്കേഷൻ ഉപയോഗിക്കും. അപ്പോൾ അഡ്രസ്സ് ഉപയോഗിച്ച് നമ്മൾ ലൊക്കേഷൻ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അഡ്രസ്സ് തന്നെ. അഡ്രസ്സ് ഉപയോഗിച്ചാൽ നമ്മളവിടെ എത്തുന്നത്. അത് തന്നെ ഇത് നമുക്ക് മെമ്മറിയിലോ സാധനം ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്രസ്സ് വേണം. അപ്പോൾ നമ്മളിവിടെ ആൻപസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ വേരിയബിളിൻ്റെ അഡ്രസ്സ് ഈ വാല്യൂ ഉണ്ടാ, ഈ വാല്യൂ മെമ്മറി സ്റ്റോർ ആവുന്നുണ്ട് റാമിലൊക്കെ. റാമിൽ സ്റ്റോർ ആകുമ്പോൾ റാമിൽ എവിടെയാണ് സ്റ്റോർ ആയിരിക്കുന്നത്, റാമിന് വലിയ അത്യാവശ്യം സ്പേസ് ഉണ്ടാവും, അല്ല മൾട്ടിപ്പിൾ സാധനം പ്രോസസ്സസ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആ സ്ഥലത്ത് എവിടെ എൻ്റെ സാധനം കിടക്കുന്നത്, ആ ലൊക്കേഷൻ ഇവിടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ബീനെ ആക്സസ് ചെയ്യുമ്പോൾ ഈ ബീൻ ഡയറക്റ്റ് പോകുന്നത് അങ്ങോട്ടാ ആ ലൊക്കേഷനിലാണ് പോകുന്നത്, മെമ്മറി ലൊക്കേഷൻ. ഈ സ്റ്റോർ ആയി കിടക്കുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ആക്സസ് ചെയ്യുക. അപ്പോൾ അതാണ് നടക്കുന്നത് ഇവിടെ. ഓക്കെ, പിന്നെ സെക്കൻഡ് റൂൾ എന്താണ്, നമുക്ക് മൾട്ടിപ്പിൾ ഇമ്മ്യൂട്ടബിൾ ബോറോയിങ് ചെയ്യാം. എനിക്ക് ബോറോയിങ് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യാം, ഇമ്മ്യൂട്ടബിൾ ആയിട്ട്. മ്യൂട്ടബിൾ അല്ല, ഇമ്മ്യൂട്ടബിൾ ആയിട്ട്. ഓക്കെ, പക്ഷേ മ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. മ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇമ്മ്യൂട്ടബിളും മ്യൂട്ടബിളും രണ്ടും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. ഏതൊന്നേ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്മ്യൂട്ടബിൾ ബോറോയിങ് അല്ലെങ്കിൽ സിംഗിൾ മ്യൂട്ടബിൾ ബോറോയിങ്, ഇതൊന്നും നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് റൂൾസും എൻ്റെ ഓണർഷിപ്പ് ബോറോയിങ്ങും. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വെച്ചാൽ പാടായിരിക്കും, ശരി കോംപ്ലക്സ് അല്ല, നമുക്ക് സിമ്പിളാണ്. എനിക്ക് തോന്നുന്നത് സിമ്പിളായി തോന്നിയത് എനിക്ക്. പക്ഷേ ഇത് കോംപ്ലക്സ് തോന്നുന്നത് നമ്മൾ വലിയ പ്രോഗ്രാമിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സിമ്പിളായിരിക്കും. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റായിട്ട് വീഡിയോ കണ്ടു വെക്കുക. അപ്പോൾ കോംപ്ലക്സ് ആണെങ്കിൽ തോന്നാനുള്ള ഓണർഷിപ്പും ബോറോയിങ്ങും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, ഈ ഓണർഷിപ്പും ബോറോയും വർക്ക് ചെയ്യുന്നത് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിൻ്റെ ഒപ്പമാണ്. ഓക്കെ, നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് നിങ്ങൾക്ക് നോക്കാം എന്താണെന്ന്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ ഇൻറ്റീജർ, ഫ്ലോട്ട്, ബുലിയൻ, ക്യാരക്ടർ, അരേ, അതൊക്കെയാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. നോൺ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ സ്ട്രിങ് ലിറ്ററൽ അല്ല, സ്ട്രിങ് ഒബ്ജക്റ്റ്. സ്ട്രിങ് ലിറ്ററലിൽ ഓണർഷിപ്പ് ബോറോയും വർക്ക് ചെയ്യില്ല, സ്ട്രിങ് ഒബ്ജക്റ്റിൽ വർക്ക് ചെയ്യും. ഇതാണ് സ്ട്രിങ് ഒബ്ജക്റ്റ്, ഇതിൽ വർക്ക് ചെയ്യും. പിന്നെ സ്ട്രക്ചർ, ഇനം, വെക്ടർ, അങ്ങനത്തെ ടൈപ്സ് ഒക്കെ ഉണ്ട്, അതിലൊക്കെയാണ് ഈ ഓണർഷിപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വേറൊരു ക്രിയേറ്റ് ചെയ്യാം, ഇതൊന്നും കമൻറ്റ് ചെയ്തില്ല, കളയാം നമുക്ക്. ഓക്കെ, ഇത് ലെറ്റ് എ സീക്വൽ ടു 23 എന്ന് കൊടുത്ത് ഞാൻ ലെറ്റ് ബി സീക്വൽ ടു എ എന്ന് കൊടുത്ത് പ്രിന്റ് എ ബി. ഓക്കെ, പ്രിന്റ് ചെയ്താൽ രണ്ടെണ്ണം വർക്ക് ചെയ്യും. കണ്ട, ഇതിൽ ഓണർഷിപ്പിൻ്റെ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇത് ബൈ ഡിഫോൾട്ട് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചാൽ അതിനെ ക്ലോൺ ചെയ്യും. എന്ന് വെച്ചാൽ ഇത് എന്തെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഓണർഷിപ്പിൽ കൊടുക്കുന്നത്, ഇതിൽ നമ്മൾ ഡയറക്റ്റ് ക്ലോൺ ചെയ്യാണ്, കോപ്പിയാണ്. എന്ന് വെച്ചാൽ നോൺ പ്രിമിറ്റീവിൽ ബി സിക്വൽ ടു എ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓണർഷിപ്പ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ ബി സിക്വൽ ടു എ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ വേരിയബിളുള്ള വാല്യൂവിനെ കോപ്പി ചെയ്യും, കോപ്പി ആയിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്യും. ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ്. ഓക്കെ, സെയിം ആസ് ഡോട്ട് ക്ലോ. ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട്, ഡോട്ട് ക്ലോ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. വേണ്ട ഫംഗ്ഷൻ ഉണ്ട്. ഇത് സെയിം ആസ് ആണ്. ഇൻറ്റേർണലി ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇത് കൊടുത്തില്ലേയും പ്രശ്നമില്ല. ഇൻറ്റേർണലി ഇതിങ്ങനെ വർക്ക് ചെയ്യും, ക്ലോൺ ചെയ്യും. ഈ വാല്യൂവിനെ, ഈ എയിലുള്ള വാല്യൂ ഇത് ക്ലോൺ ചെയ്തിട്ട് അല്ല കോപ്പി ചെയ്തിട്ട് ഇവിടെ വെക്കും. നേരത്തെ എങ്ങനെയല്ലേ നമ്മൾ ഓണർഷിപ്പ് കൊടുത്ത് എയുടെ, പക്ഷെ ഇതിൽ നമ്മൾ വാല്യൂ മാത്രം ക്ലോൺ ചെയ്തിട്ട് ഇവിടെ ബിന്ന് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻറ്റേർണലി അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് വർക്ക് ചെയ്യാത്തത്. ടപ്പിൾ എടുത്തോ, അരേ എടുത്തോ, ചാറ്റ് എല്ലാത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ബോറോയിങ് ഉപയോഗിച്ച് ആൻപസ് നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്ത്, നമ്മൾ റെഫറൻസ് വേരിയബിൾ എന്നും പറയാം. പിന്നെ നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്ത് ഇതിൻ്റെ പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഡോട്ട് ക്ലോൺ. നിങ്ങൾക്ക് ബോറോയിങ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോട്ട് ക്ലോൺ കൊടുത്താലും മതി. നേരത്തെ നമ്മൾ ഈ വേരിയബിളിൻ്റെ ഓണർഷിപ്പ് എടുത്ത്, പക്ഷെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വേരിയബിളിൻ്റെ വാല്യൂ കോപ്പി ആയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത്. ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ബോറോയിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബോറോയിൻ്റെ കേസ് വരുമ്പോൾ അത് ഉപയോഗിച്ചിട്ട് അല്ലാത്ത കേസ് നിങ്ങൾക്ക് ക്ലോൺ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഓണർഷിപ്പും ബോറോയിനെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് കാണാം. ടിൽ ദെൻ ബൈ.